കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സമയം പ്രിയപ്പെട്ടവരുടെ നടുവിൽ ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഇവിടെ ഇലക്ട്രിസിറ്റി സംബന്ധമായ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കുന്നതിനാൽ പൊതുവിൽ കറണ്ട് എല്ലായിടത്തും പോയിരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ അല്പമല്ലാത്ത പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ്. കണക്ടിവിറ്റി പ്രോബ്ലങ്ങൾ ഉണ്ട്. പ്രിയപ്പെട്ടവർ ദയവായി സഹകരിക്കുക. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇന്ന് രാത്രിയിൽ വീണ്ടും നാം ഈ ലൈവിൽ കടന്നു വന്നിരിക്കുകയാണ്. വളരെ ഗൗരവമായ ഒരു വേദഭാഗത്തെ ആധാരമാക്കിക്കൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും നാം തുടർച്ചയായി ധ്യാനിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ ദിവസം. ദൈവവചനത്തിന്റെ പരിപോഷണം നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പുരോഗതിക്ക് അടിസ്ഥാന കാരണമാണ്. നമ്മെ രക്ഷയിലേക്ക് നയിച്ചത് വചനം ജഡമെടുത്ത ക്രിസ്തുവിന്റെ കാൽവറി യാഗമാണ്. നമ്മെ രക്ഷയിൽ നിലനിർത്തുന്നതും ദൈവത്തിന്റെ വചനമാണ്. വചനത്താൽ ബലം പ്രാപിച്ച ഒരു ദൈവപൈതലിനെ തകർക്കാൻ ലോകത്തിന് ഒരു ശക്തിക്കും കഴിയുകയില്ല. ആകയാൽ തികച്ചും ഏകാഗ്രതയോടെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് ഇന്ന് രാത്രിയിൽ നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. തുടർച്ചയായി നാം ധ്യാനിച്ചു വരുന്ന വേദഭാഗമാണ് ഇന്ന് രാത്രിയിൽ തുടർന്നും നാം ചിന്തിക്കുവാനായി തുടങ്ങുന്നത്. നമ്മൾ ഓർക്കുക, ദൈവവചനത്താൽ പരിപോഷണം പ്രാപിക്കുന്നതിന്റെ ഫലം ഒരു വ്യക്തി നിത്യതയ്ക്കായി ഒരുങ്ങുകയാണ്. ദാനിയേൽ പ്രവചന പാഠങ്ങൾ തുടർച്ചയായി ഫേസ്ബുക്ക് സൂം ലൈവുകളിലൂടെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന സന്ദർഭങ്ങളായിരുന്നു. ദാനിയേൽ പ്രവചനത്തിന്റെ 12-ാം അധ്യായത്തിൽ ദാനിയേലിന്റെ ചരിത്രത്തിലെ ജനനം എന്നതാണ് യഹൂദ തൽമൂദുകൾ വ്യക്തമാക്കുന്നത്. യോശിയാവ് 31 വർഷം ഇസ്രായേലിനെ ഭരിച്ചു. യോശിയാവിന്റെ മരണം നടക്കുമ്പോൾ ദാനിയേലിന് 16 വയസ്സ് പ്രായമുണ്ട്. അവിടെ നിന്ന് യഹൂദ രാജാവ് യഹോവാഹാസ്, യഹോയാക്കീം എന്നിവരുടെ ഭരണകാലഘട്ടം കഴിഞ്ഞപ്പോൾ 19 വയസ്സും 3 മാസവും തനിക്ക് പ്രായമുണ്ട്. ബാബിലോൺ ഭരണം 7 പതിറ്റാണ്ടുകൾ ചരിത്രത്തിൽ നടന്നു. അങ്ങനെയാണെങ്കിൽ നെബൂഖദ്നേസർ, നെബൂഖദ്നേസർ, ബെൽസസർ, എവിൽമെരോദക് എന്നിവരുടെ ഭരണം കഴിഞ്ഞപ്പോൾ ദാനിയേലിന് 70ഉം 20ഉം 90 വയസ്സ് പ്രായമുണ്ട്. ദാരിയാവേസ് എന്ന ഭരണാധികാരി 2 വർഷം ഭരിച്ചു മാറിയ കസേരയിൽ കോരേസ് ചക്രവർത്തി ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ 3-ാം വർഷമാണ് ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ ദർശനം വെളിപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ 95 വയസ്സ് ഈ സമയം പ്രായമുണ്ട്. 95-ാമത്തെ വയസ്സിൽ പടുകിളവനായ വൃദ്ധനായിരിക്കുമ്പോൾ ചുക്കിച്ചുളുങ്ങിയ മുഖഭാവത്തോടെ, ഒക്കിയ വയറോടെ, പാറിപ്പറന്ന തലമുടിയോടെ, എണ്ണ തേക്കാതെ, മാംസവും വീഞ്ഞും ആസ്വദിക്കാതെ ഈ കർത്തൃദാസൻ പ്രാർത്ഥനാ നിരതനായിരിക്കുന്ന സമയം സ്വർഗത്തിൽ നിന്ന് ഗബ്രിയേൽ മാലാഖ നേരിട്ടിറങ്ങി വന്ന് ദർശനത്തിന്റെ കലവറ തുറന്ന് ദാനിയേലിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് 11-ാം അധ്യായത്തിൽ. 12-ാം അധ്യായത്തിൽ ദാനിയേൽ ദൈവാത്മാവിൽ ഇങ്ങനെ കാണുന്നു: ഒരു നദി മൂലം കുത്തി പതഞ്ഞു നുരഞ്ഞൊഴുകുകയാണ്. ആ നദിയുടെ ഇങ്ങേക്കരയിൽ ഒരു ദൂതൻ നിൽക്കുന്നു. ആ നദിയുടെ അങ്ങേക്കരയിൽ മറ്റൊരു ദൂതൻ നിൽക്കുന്നു. ആ നദിയുടെ വെള്ളത്തിന്റെ മീതെ ശണവസ്ത്രം ധരിച്ച ഒരു പുരുഷൻ നിൽക്കുന്നു.
എന്നിട്ട് ദാനിയേലിനോട് പറയുകയാണ്, നീയോ ദാനിയേലെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ചിത്രം മനസ്സിലാക്കണം. ഈ നദി മരണത്തിന്റെ യോർദാൻ തുല്യമായി കാണിക്കുകയാണ്. ദാനിയേലേ, ഈ ഭൂമിയിലെ ആയുസ് തീരാറായി. മരണത്തെ കടക്കേണ്ടതിന് നിന്നെ അവിടുന്ന് കൈപിടിച്ച് കയറ്റാൻ ഒരു ദൂതൻ ഇറങ്ങി വന്നിരിക്കുന്നു. മരണ നിയന്ത്രണങ്ങൾക്ക് മീതെ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ ശണവസ്ത്രം ധരിച്ചു നിൽക്കുന്നു. യോർദാന്റെ അങ്ങേക്കരയിലേക്ക്, മരണതീരത്തിനപ്പുറത്തേക്ക്, നിത്യപറുദീസയിലേക്ക് നിന്നെ കൈപിടിച്ച് സ്വീകരിക്കാൻ മറ്റൊരു ദൂതൻ നിൽക്കുന്നു. അതിന് മീതെ നമ്മുടെ കർത്താവ് അധികാരത്തോടെ ഇറങ്ങി വന്നിരിക്കുന്നു. തൃത്വത്തിൽ രണ്ടാമനായ ദൈവപുത്രൻ ഇറങ്ങി വന്ന് ദാനിയേലിനെ അവസാന യാത്ര അയക്കാൻ തുടങ്ങുകയാണ്. ഈ സമയം ദൈവവചനത്തെ സംബന്ധിച്ച് പറയുന്ന ഒരു പ്രയോഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വചനങ്ങൾ പലരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ശോധന കഴിച്ച് നിർമ്മലീകരിപ്പാൻ ഉപയോഗിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും തിരിച്ചറിയുകയില്ല. ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്യം എടുത്തു പറയട്ടെ. ദുഷ്ടന്മാരിൽ ആരും തിരിച്ചറിയുകയില്ല, ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. ദൈവവചന പഠനത്തിന് പ്രാധാന്യം നൽകാതെ, ആത്മീയ സത്യങ്ങൾ ഉൾക്കൊള്ളുവാൻ തയ്യാറാകാതെ പലരും തങ്ങളുടെ ജീവിതം ഒരു ഒഴുക്കിനൊത്തു മാത്രം മുൻപോട്ട് കൊണ്ടുപോകുവാൻ പരിശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ക്ഷണിക്കുകയാണ്. തങ്ങളെ തന്നെ നിർമ്മലീകരിച്ച്, തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച്, തങ്ങളെ തന്നെ ശോധന കഴിക്കാൻ ദൈവവചന ധ്യാനത്തിലൂടെ സ്വയം അവസരം കണ്ടെത്തുക. പ്രിയപ്പെട്ടവരെ, പടുക്കളെന്നു പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കുമെന്ന് സംഭവിച്ചു കേട്ടുകേൾവിയില്ലയോ? പഠിച്ച വിദ്യ ഒന്നുമേ ഫലപ്പെടാതെ ദേഹിയെ പിരിഞ്ഞു പഞ്ചഭൂതമായി അഴുകിമാറി ജഡം ക്രമാൽ എന്ന് മേരി ജോൺ തോട്ടം കുത്തിക്കുറിക്കുന്നത് പോലെ ഈ ഭൂമിയിലെ ആയുസ് ഏത് സമയത്തും മരണത്തിന് വഴിമാറും. നിത്യതയിൽ കൈവിട്ടു പോകാതിരിക്കണമെങ്കിൽ ദൈവവചനത്തിൽ നമ്മുടെ അടിത്തറ ഉറപ്പിക്കണം. ഇന്ന് രാത്രി ആ വേദപുസ്തകം കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താമോ? നമുക്കെല്ലാവർക്കും വേദപുസ്തക കരങ്ങളിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി എത്ര പ്രിയപ്പെട്ടവർ ഈ യോഗത്തിലുണ്ടോ അത്രയും പേർ ലൈവ് ഓൺ ചെയ്ത് സഹകരിപ്പാനായിട്ട് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ മുഖം കണ്ടുകൊണ്ട് ഈ വേദഭാഗം ധ്യാനിക്കുവാനും പങ്കുവയ്ക്കുവാനും കഴിയുന്നെങ്കിൽ അത് ഏറ്റവും സന്തോഷകരമാണ്. തികച്ചും ഏകാഗ്രതയോടെ നമുക്ക് വീണ്ടും ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. നമുക്ക് ഒരുമിച്ച് വേദപുസ്തകം തുറക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 30-ാമത് വാക്യം. അതാണ് നമ്മൾ ഈ ദിവസങ്ങൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഭാഗത്തേക്ക് തന്നെ ഇന്ന് രാത്രിയിൽ നമ്മുടെ ശ്രദ്ധയെ നമുക്ക് കേന്ദ്രീകരിക്കാം. എഫേസ്യ ലേഖനം 4-ന്റെ 30-ാമത്തെ വാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് അരുത് എന്ന് പറയുന്ന ഈ പ്രത്യേക ഭാഗത്തേക്ക് വീണ്ടും ഇന്ന് രാത്രി നമ്മുടെ ശ്രദ്ധയെ നാം തിരിക്കുകയാണ്. തികച്ചും പ്രാർത്ഥനയോടെ, വളരെ ഗൗരവ ബുദ്ധിയോടെ നമ്മൾ ഇന്ന് രാത്രി ഈ വചനത്തെ സമീപിക്കണം. ഇന്ന് രാത്രി നമ്മൾ ഇരിക്കുമ്പോൾ
പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരും ആ കരങ്ങൾ കർത്തൃസ്ഥലിൽ നിന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, കർത്താവെ, നിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കണമേ എന്ന് എല്ലാവരും ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാം. എല്ലാ കരങ്ങളും കർത്തൃസ്ഥലിൽ ഉയർന്നിരിക്കട്ടെ. ഇന്ന് രാത്രി ചില മിനിറ്റുകൾ വളരെ ശാന്തമായി ദൈവവചനം ധ്യാനിക്കാൻ തുടങ്ങുകയാണ്. കർത്താവെ, നിന്റെ ആത്മാവ് ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണമേ. പരിശുദ്ധ ദൈവമേ, വീണ്ടും ഞങ്ങൾ ഈ ലൈവിൽ നിന്റെ വചനം ധ്യാനിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്നു. പ്രതിസന്ധികൾക്ക് നടുവിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ജീവന്റെ വചനം പങ്കുവയ്ക്കുവാൻ ഈ കൊറോണ കാലഘട്ടത്തിൽ ഒരുക്കുന്ന വിലപ്പെട്ട സന്ദർഭത്തിനായി സ്തോത്രം. നിന്റെ കരങ്ങളിൽ ഈ സദസ്സിനെ കൈമാറുകയാണ്. ഈ വചനം ഗ്രഹിപ്പാൻ ഇന്ന് രാത്രിയിൽ ചില പ്രിയപ്പെട്ടവരുടെ കണ്ണുകളെ തുറക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. തികച്ചും ഏകാഗ്രതയോടെ വചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കണം. പരിശുദ്ധാത്മാവിനോട് ഉള്ള ബന്ധത്തിൽ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഓർപ്പിക്കുന്ന ഒരു വലിയ പ്രബോധന വചനം ഇന്ന് രാത്രിയിൽ ശാന്തമായി ചിന്തിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. സാക്ഷാൽ ദൈവമാണ് പരിശുദ്ധാത്മാവ്. കേവലം ഇലക്ട്രിസിറ്റി പോലെ പ്രതികരണശേഷിയില്ലാത്ത ഒരാളത്വമല്ല ദൈവാത്മാവ്. ഇത് വ്യക്തിത്വമുള്ള മഹാദൈവമാണ്. സ്നേഹിക്കുന്ന വ്യക്തിയെ മാത്രമേ ദുഃഖിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്ന വ്യക്തി മുറിവേറ്റാൽ ആ ദുഃഖം അതിവേദനാജനകമായിരിക്കും. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചാൽ അത് അതിഭയങ്കരമായിരിക്കും. ഇത് പരിശുദ്ധാത്മാവാണ്. അശുദ്ധിയുടെ സ്ഥാനത്ത് ഈ ആത്മാവ് നിലനിൽക്കുകയില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന് പരിശുദ്ധാത്മാവ് ദുഃഖിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. തിരുവഴുത്തിൽ പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ 12-ാം അധ്യായം മത്തായി സുവിശേഷം 31-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പരാമർശനം കഴിഞ്ഞ ദിവസം ഒന്ന് ഓർപ്പിച്ചതാണെങ്കിലും വേഗം നമുക്ക് മുൻപോട്ട് വരാം. ഒന്ന് വായിച്ചാട്ടെ, മത്തായി 12:31. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. അപ്പോൾ ഒന്ന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ദൂഷണം പറയരുത്. അത് ക്ഷമ ലഭ്യമാകുകയില്ല. ഭയാനകമായ പാപങ്ങളിലേക്ക് ദൈവാത്മാവ് നമ്മെ നയിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിലേക്കും ഏറ്റവും വലിയ വിഷം ഏതാണ്? ആ വിഷം സയനൈഡ് അല്ല. ആ വിഷം കരിമൂർഖന്റെ വിഷമല്ല. ആ വിഷം പരിശുദ്ധാത്മാവിനോടുള്ള പാപമാണ്. സയനൈഡ് കഴിച്ചാൽ ശരീരമേ നശിക്കൂ. കരിമൂർഖൻ കൊത്തിയാൽ ഈ ശരീരമേ തീരൂ. എന്നാൽ നിത്യതയിൽ പോലും ഗുരുതരമായ ഭവിഷ്യത്തുകൾ വരുത്തിവെക്കുന്ന ഭയാനകമായ പരിണിത ഫലം വരുത്തിവെക്കുന്ന ഗുരുതരാവസ്ഥ സയനൈഡിനേക്കാൾ ശക്തമാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം. അരുത്, പരിശുദ്ധാത്മാവിനോട് ദൂഷണം പറയരുത്. വായിച്ചാട്ടെ, ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവചനം 63:9-10.
അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു. അവന്റെ സുമുഖദൂതൻ അവരെ രക്ഷിച്ചു. തന്റെ സ്നേഹത്തിലും സന്മുഖദൂതൻ അവനെ രക്ഷിച്ചു. വായിച്ചാട്ടെ. തന്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു. പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു. എന്നാൽ അവർ മത്സരിച്ച് അവന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു. താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. കണ്ടോ? ഉച്ചിയൊഴിച്ച കൈകൊണ്ട് ഉദകക്രിയ ചെയ്തു എന്ന് കേട്ടിട്ടുണ്ടോ? വളർത്തി വലുതാക്കിയ കൈ തന്നെ നശിപ്പിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ 2, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് മത്സരിക്കുക ഗുരുതരമായ ഭവിഷ്യത്താണ്. 2ാമത്തെ പ്രധാനപ്പെട്ട പാപം. 3 പ്രവർത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വയ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? പരിശുദ്ധാത്മാവിനോട് കപടം കാണിക്കുക, വ്യാജം കാണിക്കുക വളരെ ഗുരുതരമായ പാപമാണ്. 2 പേർക്ക് ശവക്കുഴി വെട്ടുകയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, 1, പരിശുദ്ധാത്മാവിനോട് കപടം കാണിക്കുക. 2, പരിശുദ്ധാത്മാവിനോട് മത്സരിക്കുക. 3, പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുക. മറ്റൊന്ന് എഫേസ്യർ 4:30 പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുക. അരുത്, അരുത്, അരുത്. വ്യക്തിത്വത്തെ ആഴത്തിൽ പണിയുന്ന ദൈവാത്മാവ് നമ്മൾ ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കണം. ഈ രാത്രി ദൂതിന് മുൻപിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിൽ നിന്നും, നിന്റെ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നതിൽ നിന്നും, നിന്റെ പരിശുദ്ധാത്മാവിനെതിരെ മത്സരിക്കുന്നതിൽ നിന്നും, നിന്റെ പരിശുദ്ധാത്മാവിനോട് കപടം കാണിക്കുന്നതിൽ നിന്നും എന്റെ ജീവിതത്തെ സൂക്ഷിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന ഈ 4 കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗത്തേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. എബ്രായ ലേഖനം 10-ാം അധ്യായം. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ആ ഭാഗം തുറക്കണം. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരിക. അതിന്റെ 29-ാമത്തെ വാക്യം മുതൽ വായിക്കും. കർത്താവിദാസന് വായിക്കും. 31 വരെ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിത്യരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകുമെന്ന് വിചാരിപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് തന്റെ ജനത്തെ ന്യായം വിധിക്കുമെന്ന് അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിന്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. വളരെ ഗൗരവമായി അടിവരയിടേണ്ട വാക്യമാണ്. ആ വാക്യത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രയോഗത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. തിരുവെഴുത്ത് പരിശുദ്ധാത്മാവിൽ പറയുന്നു, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും. അടുത്ത പ്രയോഗമാണ് വിഷയബന്ധത്തിൽ ചിന്തിക്കേണ്ടത്. കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ. കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുക. എല്ലാവരും കൂടെ ശബ്ദം ഉയർത്തിയത് പറയാമോ? എല്ലാ പ്രിയപ്പെട്ടവരും കൂടെ വാ തുറന്നു പറയാമോ? കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുക. എന്താണ് കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? പ്രായശ്ചിത്ത ബലി യേശു ക്രിസ്തുവിന്റെ കാൽവറി വെളിപ്പെടുത്തുകയാണ്.
അതിലൂടെ വ്യക്തികളോട് സംസാരിക്കുന്നത് ദൈവകൃപയുടെ ആത്മാവാണ്. സുവിശേഷത്തിന്റെ പേര് തന്നെ ദൈവകൃപയുടെ സുവിശേഷം എന്നാണ്. പാപത്തിൽ ജീവിതം വീഴുന്ന സമയം തന്റെ ദാസന്മാരിലൂടെ സാധ്യതകളിൽ ജീവന്റെ വചനം പങ്കുവയ്ക്കപ്പെടും. ഈ പങ്കുവയ്ക്കപ്പെടുന്ന ദൈവവചനത്തോട് നിഷേധാത്മകമായി പെരുമാറുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനോട് കാട്ടുന്ന ഈ പ്രതികരണം ഒരുതരം നിന്നാ പ്രതികരണമാണ്. ആ നിന്നാ പ്രതികരണം വരുത്തിവെക്കുന്ന ഭവിഷ്യത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെയാണ് എഴുതിയിരിക്കുന്നത്, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം 26-ാമത്തെ വാക്യം, നാം മനഃപൂർവ്വം പാപം ചെയ്താൽ എതിരാളികൾക്ക് വേണ്ടി ദഹിപ്പിക്കുന്ന ക്രോധാഗ്നി മാത്രമേ ഉള്ളൂ എന്നും ന്യായവിധിക്കായി ഒരു ഭയങ്കര പ്രതീക്ഷ നിലകൊള്ളുന്നുവെന്നും അവസാനം പറഞ്ഞിരിക്കുന്നു, ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ വീഴുന്നത് ഭയങ്കരം. ആ രണ്ട് കരങ്ങൾ കർത്താവിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ വീഴുന്ന ഭയങ്കരാവസ്ഥ. ഞാൻ ഒരിക്കൽ കൂടെ ആ പദം ആവർത്തിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചാൽ ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ വീഴും. അതിനെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, ഭയങ്കരം. ജീവനുള്ള ദൈവത്തിന്റെ കൈകളിൽ വീഴുന്ന ആ ഭയങ്കരാവസ്ഥകൾ വേദപുസ്തകത്തിന്റെ പേജുകളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകണം. ജീവനുള്ള ദൈവത്തിന്റെ കൈകളിൽ വീണതിന്റെ ഭയങ്കരം, അതിന്റെ ജഡ്ജിമെന്റ് തലം എത്ര ഭയങ്കരമാണ്. വേദപുസ്തകത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുമ്പോൾ ഞാൻ ഈ രാത്രി ചില വാക്യങ്ങൾ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ്. നമുക്കറിയാം, ലോക ചരിത്രത്തിൽ ദൈവത്തിന്റെ കോടതി ഭയങ്കരമായി ഇടപെട്ടിട്ടുണ്ട്. എന്നാൽ അതേ സമയം തന്നെ നമ്മുടെ ആളുകളുടെ മനസ്സിലിരിക്കുന്ന ഒരു ചിന്തയുണ്ട്. ദൈവത്തിന് ന്യായവിധിയുണ്ട്, പക്ഷേ അതിനി താമസിക്കാതെ വെളിപ്പെടാൻ തുടങ്ങുന്ന ദൈവകോടതിക്ക് മുമ്പിൽ സംഭവിക്കും. എന്റെ ചോദ്യം ഇതാണ്, വർത്തമാനകാലത്ത് ദൈവത്തിന്റെ ജുഡീഷ്യറി വ്യക്തികളുടെ മേൽ ഭയങ്കരമായ നടപടിക്രമങ്ങൾ നടത്തുന്നുണ്ടോ? വർത്തമാനകാലത്ത് അതിനെ സംബന്ധിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ശ്രദ്ധേയമായ ചില ഭാഗങ്ങളുണ്ട്. നമുക്കറിയാം, വേദപുസ്തകം ഭയങ്കര വിധിയുടെ ചിത്രമാണ്. ഇത് വിധി നിറഞ്ഞ രംഗമാണ്. ഇതിൽ ആദ്യത്തെ വിധി ഉൽപ്പത്തി പുസ്തകത്തിലെ വിധിയാണ്. ദൈവത്തിന്റെ ആ വിധി വിസ്താരത്തിന് ശേഷമുള്ള വിധിയാണ്. വായിച്ചാട്ടെ, ഉൽപ്പത്തി പുസ്തകം 3:9 മുതൽ ഉള്ള വാക്യം ശ്രദ്ധിച്ചു കേൾക്കണേ. ഉൽപ്പത്തി പുസ്തകം 3:9 മുതൽ. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടു ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ചോദിച്ചു. അതിന് മനുഷ്യൻ, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ഈ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്യുക കൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു.
നീ ഉരസ്സുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. സ്ത്രീയോട് കൽപ്പിച്ചത് ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോട് ആകും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. ഏദൻ പൂങ്കാവനത്തിലേക്ക് നിങ്ങൾ നോക്കുക. ദൈവത്തിന്റെ കോടതിയുടെ ഗൗരവമേറിയ വിധി നടക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കിയോ ആ വിധിയുടെ ശൈലി? ഞാൻ അത്രയും വാക്യം വായിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ആ വിധിയുടെ ശൈലി നിങ്ങൾ ശ്രദ്ധിച്ചോ? എഴുതിയിരിക്കുന്ന വചനം ഇങ്ങനെയാണ്: ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ പാവക്കരി പിടിച്ചു കടിച്ച് പാളിച്ച പറ്റിക്കഴിഞ്ഞപ്പോൾ ആ പതന പരാജയത്തിന് മുൻപിൽ ആദ്യമായി ദൈവം ആദമിനോട് ചോദിക്കുന്നു, നീ എവിടെയെന്ന്. ദൈവത്തിന്റെ നിയമത്തിന്റെ കൂർത്തുമൂർത്ത മുനകൾക്ക് മുൻപിൽ ദൈവം ചോദ്യങ്ങൾ ചോദിച്ച് വ്യക്തിയെ ക്ഷണിക്കുകയാണ്. വിസ്താരത്തിന് മുൻപിൽ ആദം പഴിചാരി ഹവ്വയോട് ചോദിച്ചു, നീ എന്താണ് ചെയ്തതെന്ന്. ഹവ്വ പഴിചാരി പാമ്പിനോട് ചോദിച്ചു, നീ എന്താണ് ചെയ്തതെന്ന്. ഒടുവിൽ പാമ്പിന് ചാരാൻ ആരുമില്ലായിരുന്നു. വിധി അങ്ങോട്ട് തുടങ്ങുകയാണ്. എന്റെ കൈ കൊണ്ടുണ്ടാക്കിയതല്ലേ, ഇരുന്ന് പൊക്കോട്ടെ, സാരമില്ല എന്ന് വെച്ച് കണ്ണടയ്ക്കാതെ ഏതനകത്ത് നിന്നെടുത്ത് പുറത്തു വെച്ച് തിരിയുന്ന വാളിന്റെ കെരൂബുകളെ ജീവജാലയുമായി നിർത്തി സ്വർഗത്തിലെ തമ്പുരാന്റെ ദിവ്യ കാര്യപരിപാടിയിൽ തന്റെ പുത്രന്റെ കാൽവറിയിലെ ബലിമരണത്തിൽ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന പ്രവചനം വരെ മുഴങ്ങത്തക്ക വിധം പാപത്തിന്മേൽ ദൈവത്തിന്റെ ശിക്ഷാക്രമം ആരംഭിച്ചു. ഇന്ന് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശിക്ഷാക്രമം ആരംഭിക്കുകയും നടക്കുകയും ചെയ്യുന്ന രംഗത്തെ നമ്മൾ ഗൗരവബുദ്ധിയോടെ കാണണം. കാൽവറിയിൽ നടക്കുന്ന ബലിമരണം വരെ ആത്മാവിൽ പ്രവചിക്കത്തക്ക വിധം ശിക്ഷാക്രമം അവിടെ ആരംഭിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 11 മുതൽ നാം വായിക്കുമ്പോൾ, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ദൈവത്തിന്റെ വിധിയാണ്. ഒന്ന് ഭൂതകാല വിധിയാണ്, മറ്റൊന്ന് ഭാവികാല വിധിയാണ്. നമുക്കറിയാം, യൂദ ലേഖനം 15-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ വരുന്നു എന്ന് യൂദ പ്രവചിച്ചു. അതും ഭാവികാല വിധിയാണ്. ഉൽപ്പത്തി 18-ന്റെ 25 വായിക്കുമ്പോൾ, സർവഭൂമിക്കും ന്യായാധിപനായവനെ എന്ന് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ദൈവത്തെ വിളിക്കുന്നു. 1 ശമൂവേൽ 2-10 ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഭൂവാസികളെ വിധിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഇയ്യോബിന്റെ പുസ്തകം 19-29 ഇങ്ങനെ വായിക്കുന്നുണ്ട്, വാളിനെ പേടിപ്പീൻ, ക്രോധം വാളിന്റെ ശിക്ഷയ്ക്ക് ഹേതു, ഒരു ന്യായവിധി ഉണ്ടെന്ന് ഓർത്തുകൊള്ളുവീൻ എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞു, സഹോദരനെ മൂഢ എന്ന് വിളിച്ചാൽ, അവനെ നിസ്സാര എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും എന്ന്.
പ്രവർത്തികളുടെ പുസ്തകം 10:42 പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു, ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്താൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ ഇവൻ തന്നെയെന്ന് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. വരുന്നു ഒരു ന്യായവിധി, അത് ജീവികൾക്കും മരിച്ചവർക്കുമുണ്ട്, ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും വിധിയുണ്ട്. ഈ ന്യായവിധിയെ കുറിച്ചുള്ള പഠനങ്ങൾ വളരെ പ്രസക്തമാണ്. എന്നാൽ ജീവനുള്ള ദൈവത്തിന്റെ കൈകളിൽ വീഴുന്ന രംഗം വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ചാൽ ഓരോരോ സംഭവങ്ങളുടെ ചരിത്രം ഭയത്തോടെ നാം കേൾക്കണം. നമുക്കറിയാം സൊദോം ഗൊമോറകൾ, ആത്മാ സെബോയിം പട്ടണങ്ങൾ. എന്റെ ദൈവം ഗേ ലെസ്ബിയൻ മ്ലേച്ഛതയ്ക്ക് മുൻപിൽ ആകാശത്ത് നിന്ന് അഗ്നിഗന്ധകങ്ങളെ കത്തിച്ചിറക്കി തീ കടലാക്കി മാറ്റുമ്പോൾ ആ വിഷയത്തെ ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ വീഴുന്ന ഭയങ്കരാവസ്ഥ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട രംഗമാണ്. പ്രിയപ്പെട്ടവരെ, പ്രവർത്തികളുടെ പുസ്തകം 24-ാം അധ്യായം നാം വായിക്കുമ്പോൾ 24-25 വാക്യങ്ങളിൽ ദൈവത്തിന്റെ വിധിയെക്കുറിച്ച് പൗലോസ് ഫെലിക്സിന്റെയും ദ്രുസില്ലയുടെയും മുൻപിൽ പറയുന്ന ഒരു രംഗമുണ്ട്. അത് വളരെ ഭയത്തോടെ കേൾക്കേണ്ടതാണ്. പൗലോസ് ബന്ധിക്കപ്പെട്ടവനായി എത്തിയിരിക്കുന്നു. വിസ്താരം നടക്കുകയാണ്. ചോദിക്കുന്ന ചോദ്യത്തിന് മുൻപിൽ ക്രിസ്തുവേശുള്ള വിശ്വാസത്തെ കുറിച്ച് പ്രസംഗം കേൾക്കാൻ വിളിച്ചിരിക്കുകയാണ്. പൗലോസ് എടുത്ത വിഷയം എന്നറിയാമോ? നീതി, ഇന്ദ്രിയ ജയം, വരുവാനുള്ള ന്യായവിധി, ഇവയെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങി. പ്രസംഗിക്കയിൽ ഫെലിക്സ് ഭയപരവശനായി. നേതാവാ മുൻപിലിരിക്കുന്നത്. പ്രസംഗിക്കാൻ അവസരം കിട്ടിയവൻ അയാളെ പുകഴ്ത്തി പറഞ്ഞാൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ കഴുത്തേന്ന് തല പോയാലും വേണ്ടുകയില്ല. ഏൽപ്പിച്ച പ്രമാണം ഞാൻ മുഖം നോക്കാതെ പറയുമെന്ന് ധൈര്യം പ്രാപിച്ച പൗലോസ് പ്രസംഗിച്ചു. നീതി, ഇന്ദ്രിയ ജയം, വരുവാനുള്ള ന്യായവിധി. മറക്കേണ്ട ഫെലിക്സേ, ഒരു വിധി വരാൻ തുടങ്ങുന്നു. ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ വീഴുന്ന ദിവസങ്ങൾ വരുന്നു. ഈ ദൂത് ഇന്ന് രാത്രി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തിരുവഴുത്തിന്റെ വെളിച്ചത്തിൽ സ്വയം ചിന്തിക്കണം. എന്താണ് ജീവനുള്ള ദൈവത്തിന്റെ കൈകളിൽ വീഴുക? അതിനെക്കുറിച്ച് ദൈവാത്മ ഉപയോഗിച്ചിരിക്കുന്നു. കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നവൻ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ ഉറപ്പ് ഒടുവിൽ ജീവനുള്ള ദൈവത്തിന്റെ കൈകളിൽ വീഴും. പരിശുദ്ധാത്മാവിനോടുള്ള ബന്ധത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് അടുത്തൊരു വാചകമുണ്ട്. നിയമരക്തത്തെ മലിനമെന്ന് വിചാരിക്കുക. ഞാൻ ഈ വചനം പറയുമ്പോൾ ഭയത്തോടെ പറയട്ടെ, യേശുവിന്റെ രക്തത്തിന്റെ പ്രതീകമാണ് കർത്താവിന്റെ മേശ. ആ പ്രതീകമായ രക്തത്തോടൊക്കെ വിശുദ്ധമല്ലാതെ ഇടപെട്ട് കഴിഞ്ഞാൽ വരാൻ തുടങ്ങുന്ന ഭവിഷ്യത്തുകളെ ഭയത്തോടെ കേൾക്കണം. 1968 റാന്നിക്കടുത്ത് ഒരു അനുഗ്രഹീതനായ കർത്തൃദാസൻ സുവിശേഷ പ്രവർത്തനത്തിനായി ഒരു സ്ഥലത്ത് ചെല്ലുകയുണ്ടായി. അദ്ദേഹം ചെന്ന് ശുശ്രൂഷിച്ച സ്ഥലത്തോട് ബന്ധപ്പെട്ട് ഒരു സംഭവത്തെ ഞാൻ അഭിമുഖീകരിച്ചു. അടുത്ത ചില വർഷങ്ങൾക്ക് പുറകിൽ ഞാനും ഒരുപറ്റം ചെറുപ്പക്കാരും കൂടി മാടമൺ എന്ന് പറഞ്ഞ മേഖലയിൽ സുവിശേഷ പ്രവർത്തനാർത്ഥം വീടുകൾ കയറി ഇറങ്ങി ട്രാക്ട് കൊടുത്തു പോകുകയാണ്. ഒരു വീട്ടിലോട്ട് ചെന്നപ്പോ അയാൾ സുവിശേഷത്തോട് പ്രതികൂലമായി പ്രതികരിച്ചു.
ഞങ്ങളെ പ്രാർത്ഥിച്ചിറങ്ങാൻ ആഗ്രഹിച്ചു. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ടായാൽ നിൽക്കുന്നത്. രണ്ട് കൈയുമില്ല, ഈ കൈയുടെ ഈ ഭാഗം വെച്ച് കട്ട് ചെയ്ത് പോയിരിക്കുകയാണ്. രണ്ട് കണ്ണുമില്ല, രണ്ട് ദ്വാരം മാത്രമേ ഉള്ളൂ. ശരീരം പൊട്ടിത്തെറിയുടെ പാടുണ്ട്. പിറ്റേയാഴ്ച റാന്നിയിൽ മേനാന്തോട്ടം ആശുപത്രിയുടെ മുൻപിലൂടെ ഒരു സ്ട്രെച്ചർ ഉരുട്ടിക്കൊണ്ടു പോകുകയാണ്. അതിലൊരു ബോഡി പുതപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. വായിൽ കൂടെ ആസിഡ് ഒഴുകിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരാൾ പറഞ്ഞു, ഇതിന്റെ പുറകിൽ ഒരു ചരിത്രമാണ്. ഒരു കർത്തൃദാസൻ ദൈവവചനം പ്രസംഗിക്കുവാനായിട്ട് ആ സ്ഥലത്ത് എത്തിച്ചത് സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം ദീനാമ്മ എന്ന് പറയുന്ന ഒരു സഹോദരി വിശ്വാസ സ്നാനം സ്വീകരിക്കാൻ തയ്യാറായി. ആ സഹോദരി സ്നാനപ്പെടാൻ തീരുമാനിച്ച ദിവസം ഒരു ചെറിയ മുറിക്കകത്തെ കർത്തൃമേശയൊക്കെ തയ്യാറാക്കി വെച്ചിട്ട് വിശ്വാസികൾ പാട്ടുപാടി നേരെ ആറ്റുകടവിലേക്ക് പോയി. സ്നാനം നടക്കുന്ന സമയം ആങ്ങളമാരുടെ പെങ്ങളാണ്, രേഖ പെങ്ങളാണ് ഇവൾ. വീട്ടിൽ നിന്നൊരു പട്ടിയെ അഴിച്ചുവിട്ട്, ഒരു 4 അടി പൊക്കമുള്ള ഒരു വലിയ പട്ടിയാണ്, അതിനെ അഴിച്ചുവിട്ട് നേരെ ആറ്റുകടവിലേക്ക് സഹോദരങ്ങൾ എത്തി. ആദ്യം ഒരു വന്നത് ഹോളിലാണ്. ഹോള് ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി. കർത്തൃമേശ ഒരുക്കി വെച്ചിരിക്കുന്ന അവിടെ ഉടച്ചൊഴിച്ചു. ബ്രെഡ് എടുത്ത് പട്ടിക്കിട്ട് കൊടുത്തു. അവിടെ നിന്നാണ് നേരെ ആറ്റുകടവിലേക്ക് എത്തിയത്. ആറ്റുകടവിൽ ആ സഹോദരിയെ എടുത്തിട്ടടിച്ചു. മുടിക്കുത്തിരി പിടിച്ചു വലിച്ചരച്ചു. ദൈവദാസനെ ഒറ്റ തൊഴിക്ക് മണൽത്തിട്ടയിലേക്ക് എറിഞ്ഞു. സ്തോത്രം പറഞ്ഞതല്ലാതെ അവരാരും പ്രതികരിച്ചില്ല. ജയാരവ മുഴക്കി വീട്ടിലോട്ട് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയം അടികൊണ്ട് നിലത്ത് വീണ ദൈവദാസനെ വിശ്വാസികൾ കോരിയെടുത്ത് ഈ പ്രാർത്ഥനാ മുറിയുടെ നടുക്ക് കടന്ന് ചുറ്റുമിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം പത്തനംതിട്ട സർക്കിൾ ഒരു വിവരം അന്വേഷിക്കുവാനായിട്ട് ആ മേഖലയിൽ കൂടെ വന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞുകൊണ്ട് ഒരു മത്സരം നടന്നിട്ടുണ്ട്. നേരെ അദ്ദേഹം ഈ പ്രാർത്ഥനാ മുറിയിലെത്തി. ദൈവദാസനോട് ചോദിച്ചു കാര്യം. ദൈവദാസൻ പറഞ്ഞു, സാറേ, ഞങ്ങൾക്ക് കേസില്ല. ഞങ്ങളുടെ കോടതിയുടെ ജഡ്ജി ഇന്ന് ഉയരത്തിൽ സിംഹാസനത്തിലുണ്ട്. നിങ്ങളുടെ കോടതിയുടെ ജഡ്ജി ഇന്ന് അവധിയിലാണ്. അവധിയെടുക്കാത്ത ഒരു ജഡ്ജിയും അവധിയില്ലാത്ത ഒരു കോടതിയും ഞങ്ങൾക്ക് ഉയരത്തിലുണ്ട് സാറേ. ജീവനുള്ള ദൈവത്തിന്റെ കൈകളിൽ വീഴുന്നത് ഭയങ്കരമാ സാറേ എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രതികരിച്ചില്ല. ആ മുസ്ലിം സർക്കിൾ അവിടുന്ന് പോയി. സംഭവത്തിന്റെ അടുത്ത ദിവസം ഈ വീട്ടിൽ ഞാൻ കയറി ചെന്ന വീടിന്റെ 2ാം നിലയിൽ നിന്ന് താഴോട്ട് ആറ്റിലിടാൻ ഇലക്ട്രിക് തോട്ട കെട്ടുന്നതിന്റെ ഭാഗമായി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു, സ്ഫോടക വസ്തുക്കൾ. അറിയാതെ ആരോ കണക്ഷൻ കൊടുത്തു. ഇത് പൊട്ടിത്തെറിച്ചു. ഇത് കൂട്ടമായി തെറിച്ചതോടെ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി. എന്നോട് ആ വീട്ടിലെ ഒരു സഹോദരി പറഞ്ഞു, പാസ്റ്ററെ, താഴത്തെ മുറിയിലുണ്ടായിരുന്ന പൂർണ്ണ ഗർഭിണിയായ സഹോദരി വയറ് പിളർന്ന് തൽക്ഷണം മരിച്ചു. തായ്ക്കെട്ടിടം ചിന്നിച്ചിതറി. പലരുടെയും ശരീരഭാഗങ്ങൾ ചിഹ്ന ഭിന്നമായി തൊട്ടു മുൻപിൽ ചിതറി വീണു. ദൈവദാസന്റെ മേൽ കൈവച്ചയാൾ 2 കണ്ണുകളും ചിതറിപ്പോയി, 2 കൈകളും അറ്റുപോയി, രക്തത്തിൽ കുളിച്ചു കിടക്കുകയാണ്. സംഭവം അറിഞ്ഞുകൊണ്ട് പഴയ സർക്കിൾ തന്നെ സ്ഥലത്തെത്തി. ഭാഗവതർ ഫിലിപ്പോച്ചൻ എന്നറിയപ്പെടുന്ന ഒരു കർത്തൃദാസൻ അന്നേരം അവിടെ നിൽപ്പുണ്ട്.
ആ ദൈവദാസൻ 2 കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർക്കിൾ നിൽക്കുന്ന കാഴ്ച കണ്ടു. സർക്കിൾ എന്താ പറയുന്നെന്ന് കേൾക്കാൻ ഈ ദൈവദാസൻ ചെവി ഓർത്തപ്പോൾ ഒരാഴ്ച മുമ്പ് ദൈവദാസനെ അടിച്ച വിഷയം അറിഞ്ഞ സർക്കിൾ 2 കൈകളും ഉയർത്തിക്കൊണ്ട് പറഞ്ഞ വാക്ക് കേൾക്കണം. അല്ലാ, അല്ലാ, നീ നീതിയുള്ള ന്യായാധിപനായി ഇപ്പോഴും ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു അല്ലാ. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ജീവനുള്ള ദൈവത്തിന്റെ കൈകളിൽ വീണാൽ, നിങ്ങൾക്കറിയാമോ, പത്തനംതിട്ട കോടതിയിൽ ഈ കേസ് വന്നു. നിയമവിരുദ്ധമായി സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ചത് സംബന്ധിച്ചുള്ള വിസ്താരം നടക്കുകയാണ്. അവസാനം വിധിന്യായത്തിൽ എഴുതി ചേർത്ത വാക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എഴുതിയ വാക്ക് ഇങ്ങനെയാണ്: ഉയരത്തിലെ കോടതി ഈ വീട്ടുകാരുടെ നടപടിയുടെ മേൽ വിധിയെടുത്തതിനാൽ ഈ കോടതിക്ക് ഈ വീട്ടുകാരുടെ ചെയ്തികളുടെ മേൽ വിധിയില്ല. ഇത് ഒരു അഡ്വക്കേറ്റ് ഈ വിധിയെക്കുറിച്ച് വായിച്ച റിപ്പോർട്ട് എന്നോട് പറഞ്ഞതാണ്. ഉയരത്തിലെ കോടതി ഈ വീട്ടുകാരുടെ തെറ്റിന്റെ മേൽ നടപടിയെടുത്തതിനാൽ ഈ കോടതിക്ക് ഈ വിഷയത്തിന്റെ മേൽ വിധിയില്ല. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. ജീവനുള്ള ദൈവത്തിന്റെ കൈകളിൽ വീഴുന്നത് ഭയങ്കരമെങ്കിൽ അതിന്റെ പ്രധാന കാരണം കൃപയുടെ ആത്മാവിനെ നിന്ദിക്കലാണ്. ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് രാത്രി, കർത്താവെ, ഒരിക്കൽ പോലും കൃപയുടെ ആത്മാവിനെ നിന്ദിച്ച് ശിക്ഷ ഏറ്റുവാങ്ങാൻ ഇടയാകാതെ എന്റെ ജീവിതത്തെ പവിത്രമായി പാലിക്കുവാൻ കൃപ എനിക്ക് തരണമേ എന്ന് ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഇത് ഒരു പ്രസംഗമായി നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ പറയുന്നു, ഇവിടെ ഈ ദൈവദാസൻ, ദൈവമക്കൾ എന്നെ ക്ഷണിച്ചപ്പോ ഈ രാത്രിയുടെ ഏകാന്തതയിൽ ഞാൻ ഈ വചനം നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെയൊക്കെയോ ദൈവം പണിയാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഈ വചനം നിങ്ങളോട് സംസാരിക്കുക. കർത്താവെ, കൃപയുടെ ആത്മാവിനെ നിന്ദിച്ച് അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ എനിക്കിടയാകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തെ കർത്തൃസൽ ഒരുക്കണം. വർത്തമാനകാലത്തെ സ്വഭാവങ്ങൾ ഭാവിയെ എങ്ങനെ ബാധിക്കും? നമ്മൾ തിരുവെഴുത്തിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി തുടങ്ങുകയാണ്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1-2 വാക്യം നമ്മൾ സ്തോത്രം പറഞ്ഞു വായിക്കുന്ന വാക്യമാണ്. ഒന്ന് വായിച്ചാട്ടെ. റോമാലേഖനം 8-1-2 വായിച്ചാട്ടെ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. എല്ലാരും കൂടെ ചേർന്ന് ആ വാക്യം ഒന്ന് പറയണം. ഈ വാക്യം പറയണം എന്ന് പറഞ്ഞാൽ മനസ്സ് ഹൃദയത്തിൽ തൊട്ടു പറയാൻ കഴിയും. പറയുന്ന എല്ലാ കാര്യത്തിന്റെയും അർത്ഥം യഥാർത്ഥത്തിൽ വ്യത്യസ്ത നിലയിലൊക്കെ പറയാം. ആത്മാർത്ഥതയോടെ പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ക്രിസോസ്തം തിരുമേനി ഒരു മഹാരസികനാണ്. ഒരിക്കൽ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് തിരുവനന്തപുരത്ത് ഒരു വിദ്യാർത്ഥി സമരം ഉണ്ടായി. ഒരു ചെറിയ ലാത്തി ചാർജൊക്കെ നടന്നു, ഒരു വെടിവയ്പൊക്കെ ഉണ്ടായി. പിള്ളേര് കല്ലെറിഞ്ഞതാണ് പ്രധാനപ്പെട്ട കാരണം. ഇടതുപക്ഷ വിദ്യാർത്ഥി സമൂഹമാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഏതായാലും പത്രപ്രവർത്തകരെ ഇടതുപക്ഷ നേതാക്കന്മാരെ കണ്ടു. അപ്പോൾ ഇടതുപക്ഷ നേതാവ് പറഞ്ഞു,
എറിഞ്ഞത് ശരിയായില്ല. പിള്ളേരുടെ ഈ നീക്കത്തിന് തങ്ങളുടെ പിന്തുണ ഇല്ലെന്ന് വരത്തക്ക വിധത്തിലുള്ള പ്രസ്താവന അടുത്ത ദിവസത്തെ പത്രങ്ങളിലെല്ലാം വന്നു. മനോരമയും മംഗളവും മാതൃഭൂമിയും എല്ലാം വാർത്ത കൊടുത്തു. പിള്ളേർ എറിഞ്ഞത് ശരിയായില്ല എന്ന് ഇടതുപക്ഷ നേതാവ് പറഞ്ഞു. എന്തായാലും ക്രിസോസ്റ്റം തിരുമേനി ഇടതുപക്ഷ നേതാവിനെ വിളിച്ചു. ഇങ്ങനെ ധീരമായി വിദ്യാർത്ഥി സമരത്തോട് കൂട്ടുപിടിക്കാതെ എറിഞ്ഞത് ശരിയായില്ല എന്ന പ്രസ്താവന പത്രത്തിൽ കണ്ടു. അങ്ങനെ പ്രത്യേകം പ്രതികരണം ചെയ്തതിൽ അഭിനന്ദിക്കുന്നു എന്ന് പറയാൻ വിളിച്ചതാ. അപ്പൊ രാഷ്ട്രീയ നേതാവ്, ഇടതുപക്ഷ നേതാവ് പറഞ്ഞ വാചകം കേൾക്കണം. അത് തിരുമേനി എറിഞ്ഞത് ശരിയായില്ലെന്ന് പറഞ്ഞത് ഡിവൈഎസ്പിയുടെ നെറ്റിക്കിന് നേരെയാ ഉന്നം വെച്ചത്. അത് കൈക്കിട്ടാ കൊണ്ടത്. അത് എറിഞ്ഞത് ശരിയായില്ലെന്നാ പറഞ്ഞത്. അപ്പൊ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് അനുദപിക്കുന്നതുണ്ട്, ആത്മാർത്ഥതയോടെ പറയുന്നതുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയം ആത്മാർത്ഥതയോടെ അനുദപിക്കാൻ കഴിയും. കർത്താവേ, എന്റെ ജീവിതത്തെ ഇന്ന് രാത്രി ആ തിരുവഴുത്തിന് മുൻപിൽ സമർപ്പിക്കുക. ഞാൻ തിരുസന്നിധിയിൽ ജീവനുള്ള ദൈവത്തിന്റെ കൈകളിൽ വീഴരുത് എന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവർ ഭാഗ്യശാലികളാണ്. നമ്മളെല്ലാവരും ഇന്ന് രാത്രി ചിന്തിക്കണം. രാഷ്ട്രീയ നേതാവ് എറിഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞതുപോലല്ല നമ്മുടെ അനുതാപം. ആഴമായ അനുതാപം ഇന്ന് രാത്രി നമ്മെ ഭരിക്കണം. റോമാലേഖനം 8:1 നാം വായിച്ചു. എന്താ വായിച്ചിരിക്കുന്നേ? എല്ലാവരും കൂടെ ശ്രദ്ധിച്ചാട്ടെ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം പറയാം. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ ശിക്ഷാവിധി മാറിപ്പോയി എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. കാൽവറി ക്രൂശിൽ എന്റെ ശിക്ഷാവിധി മാറിപ്പോയി എന്ന് ദൈവവചനം പറയുന്നു. അപ്പൊ പിന്നെ സന്തോഷം. വചനത്തിന്റെ മുൻപിൽ സ്തോത്രം ചെയ്യാൻ വകയുണ്ട്. എന്നാൽ 8:5 വാക്യത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക. വിഷയത്തിന്റെ ഭാവം മാറുകയാണ്. വായിച്ചത് 8:5 വാക്യം. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. 13 വാക്യം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ എങ്കിൽ ജീവിക്കും. ആദ്യത്തെ വാക്യം എന്താ പറഞ്ഞേ? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എടുത്തു പറഞ്ഞു, ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ ജീവിക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടായിട്ട് തിരിക്കാം വിശ്വാസികളെ. ഒന്ന്, ജഡത്തെ അനുസരിച്ച് നടക്കുന്ന വിശ്വാസികൾ. രണ്ട്, ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്ന വിശ്വാസികൾ. തിരുവഴുത്തിലേക്ക് വരുമ്പോ ഗലാത്യ ലേഖനം 5:18, എഫേസ്യർ 5:3 ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ അവന്റെ കൂടെ കാണുമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ഒരു 3 വട്ടം ഹല്ലേലൂയ പറഞ്ഞു. 4 പേരെ ഉള്ളേലും കുറച്ചു പേരെ ഉള്ളേലും നമുക്ക് ഒരുമിച്ച് ആ ശബ്ദം ഉയർത്തുന്ന ഹല്ലേലൂയ പറയാം. യെസ്, മടിക്കാതെ. എന്തോ ഒരു ചെറിയ അസ്വസ്ഥത പോലെ തോന്നുന്നല്ലോ. സ്തോത്രം പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്തോ പാസ്റ്റർ കുരുക്ക് പറയാൻ വരികയാണെന്നാണോ ധാരണ? വേണ്ട, സംശയിക്കാതെ പറയാം. കർത്താവ് ഇന്ന് വന്നാൽ ഞാൻ കാണുമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി ഒന്നിച്ചൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഉറപ്പായി ചിന്തിക്കണം, വളരെ ഗൗരവമായി ചിന്തിക്കണം. ജഡത്തെ അനുസരിച്ച് നടക്കുന്ന വിശ്വാസികൾ, ജഡത്തിന്റെ പ്രവർത്തികളെ ആത്മാവിനാൽ മരിപ്പിക്കുന്ന വിശ്വാസികൾ. ഇനിയും
ഗലാത്യ ലേഖനം 5:18 വാക്യം, എഫേസ്യർ 5:3 വാക്യം. 2 വാക്യം അടിവരയിട്ട് വായിക്കണം. എന്നിട്ട് സ്വയം ചോദിക്കണം, കർത്താവിന്റെ വരവിൽ കാണപ്പെടുമോ? വായിച്ചാൽ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, കാലുവയ്യാത്ത നടപ്പല്ല കേട്ടോ, കാലുവയ്യാത്ത നടപ്പല്ല, ദുർനടപ്പ്, അഡൽറ്ററി. വായിച്ചാട്ടെ. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം. അത് പിന്നെ നമ്മുടെ ഇടയിൽ ഒട്ടുമില്ല. വായിച്ചാട്ടെ. പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിപ്പെടുന്നു. അടുത്ത വാചകം. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അടിയിൽ വരയിടണം. ദൈവരാജ്യം അവകാശമാക്കുകയില്ല. മുൻപേ നമ്മൾ എന്തിനാ സ്തോത്രം പറഞ്ഞേ? ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ പോകുമെന്ന് ബോധ്യത്തോടെ സ്തോത്രം പറഞ്ഞേ. പരിശുദ്ധാത്മാവ് എഴുതി, ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. 1, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവർ. 2, പരിശുദ്ധാത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നവർ. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, കാമം, ക്രോധം, ലോഭം, മോഹം, മാദം, മാത്സര്യം, ഡംഭം, അസൂയ, പക, പിണക്കം, ജാരശങ്ക, ക്ഷോഭം, കോപം, ഈ ആത്മാവിനാൽ ഭരിക്കപ്പെട്ട് ജീവിതം മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ നിർദ്ദേശത്തെ പുറങ്കാൽ കൊണ്ട് ചവിട്ടിയെറിഞ്ഞതിന് ശേഷം അന്യഭാഷയും ആരാധനയും ഒരു കൃത്രിമ അഭിനയമായി നടത്തി ജനക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരുതരം ശുശ്രൂഷയും ഇലക്ട്രോണിക്സ് വിപ്ലവം നടത്തുന്ന സിസ്റ്റത്തിന്റെ ആരാധനയും പൊടിപൊടിക്കുന്ന ഇന്നത്തെ സമൂഹം നിത്യതയെ കാണുമോ? നിങ്ങൾ എഫേസ്യർ 5:3 വാക്യം ഒന്ന് വായിച്ചാട്ടെ. എഫേസ്യർ 5:3 വാക്യം. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. അടുത്ത വാചകം. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കണ്ടോ, ഈ ദൂത് ഇന്ന് രാത്രി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃപയുടെ ആത്മാവ് ഇടപെടുന്ന സമയം, ദൈവാത്മാവിന്റെ നിയോഗത്തിന് ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്ത്, ദൈവമേ നീ എന്നെ കഴുകണമേ, എന്റെ ജീവിതം നിന്റെ സന്നിധിയിൽ ഒരു പവിത്രതയിൽ നിത്യതയിൽ എത്തത്തക്ക വിധം കഴിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ആ 2 കൈകളും ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? ശബ്ദം ഉയരട്ടെ. നിങ്ങളെല്ലാവരും ദൈവസ്ഥനെ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാണ്. ഒരു വാ പോലും അടഞ്ഞിരിക്കാതെ എല്ലാ സഹോദരങ്ങളും പ്രാർത്ഥിച്ചാണ്. ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ
എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ജീവനുള്ള ദൈവത്തിന്റെ കൈകളിൽ വീഴുന്നത് ഭയങ്കരം എന്ന വചനം പോലെ കൃപയുടെ ആത്മാവ് നിന്ദിക്കപ്പെട്ടാൽ അതിന്റെ ശിക്ഷാക്രമം ഗുരുതരം എന്ന് ഗ്രഹിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഈ ദൂത് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുകയാണ്. സ്വന്തം ജീവിതത്തെ ആത്മപരിശോധനയ്ക്കായി ദൈവാത്മാവ് വിളിക്കുമ്പോൾ തകർന്ന ഹൃദയത്തോടെ ഈ വാക്യം നമ്മുടെ മനസ്സിലേക്കൊന്ന് ഓടിയെത്തട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. തുടക്കം നല്ലതായിരുന്നെങ്കിലും ഒടുക്കം തകർന്നു പോയ ശൗൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചതാണ്. തുടക്കം നല്ലതായിരുന്നെങ്കിലും ഒടുക്കം തകർന്നു പോയ ശിംശോൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചതാണ്. തുടക്കം നല്ലതാണെങ്കിലും ഒടുക്കം തകർന്നു പോയ ശലോമോൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചതാണ്. തുടക്കം നല്ലതാണെങ്കിലും ഒടുക്കം തകർന്നു പോയ ദേമാസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചതാണ്. തുടക്കം നല്ലതാണെങ്കിലും ഒടുക്കം തകർന്നു പോയ അനന്യാസ് അഭീറമാർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചതാണ്. ഈ ടീമിനോട് ദൈവാത്മാവ് ഈ രാത്രി പറയുന്നു, അരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധ ദൈവമേ, ഇന്ന് രാത്രിയും ജീവന്റെ വചനം ധ്യാനിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. നിന്റെ കരങ്ങളിൽ ഈ സദസ്സിനെ കൈമാറുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ കറതീർന്ന പവിത്ര ജീവിതം നയിപ്പാൻ നീ കൃപ തരണമേ. നിന്റെ കരങ്ങളിൽ അവരെ കൈമാറുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ. ഈ ആത്മീയ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ഈ രാത്രിയിൽ